ആനയും കടുവയും ഉൾപ്പെടെ ഏത് വന്യമൃഗങ്ങൾ നാട്ടിലിറങ്ങിയാലും വെടിവെക്കാൻ കോഴിക്കോട് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഭരണസമിതിയുടെ തീരുമാനം. ഇതിനായി 20 പേരടങ്ങുന്ന എംപാനൽ ഷൂട്ടർമാരെ നിയോഗിക്കാനും ഭരണസമിതി തീരുമാനിച്ചു. എന്നാൽ നിലവിലുള്ള നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിരുദ്ധമാണ് ഈ തീരുമാനമെന്നാണ് വനമന്ത്രി AK ശശീന്ദ്രന്റെ ആദ്യ പ്രതികരണം. ചക്കിട്ടപ്പാറ ഗ്രാമപഞ്ചായത്ത് ഇന്ന് ഭരണസമിതി യോഗം ചേർന്ന് ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങുന്ന എല്ലാ വന്യജീവികളെയും വെടിവെച്ച് കൊല്ലാൻ ഷൂട്ടേഴ്സ് പാനൽ നിർദ്ദേശം കൊടുത്തു. അതൊരു വൈകാരികമായ തീരുമാനമല്ല. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയാതെ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഐക്യകണ്ഠേന എല്ലാ പാർട്ടികളും യോജിച്ചുകൊണ്ട് ഇത്തരമൊരു തീരുമാനമെടുത്തത്. ഈ തീരുമാനത്തിൽ നിയമവിരുദ്ധതയുണ്ടെങ്കിലും ജനങ്ങളുടെ താല്പര്യം ഉയർത്തിപ്പിടിച്ചുള്ള തീരുമാനമാണ്. ആ തീരുമാനമായി മുന്നോട്ട് പോകാനും ഭാവിയിൽ ഈ പഞ്ചായത്തിലെ വനമേഖലയിലെ കൃഷിക്കാർ ഓരോരുത്തരും കയ്യിൽ തോക്കേണ്ടി വരുന്ന അവസ്ഥയിലേക്കാണ് നീങ്ങുന്നത്. രാഹുൽ സുരേഷ് കോഴിക്കോട് വിവരങ്ങളുമായി ചെയ്തു. രാഹുൽ, വളരെ അപകടം പിടിച്ച ഒരു തീരുമാനമാണിത്. ഇന്നത്തെ വന്യജീവി നിയമങ്ങൾ അനുസരിച്ച് ഒരിക്കലും ഇങ്ങനൊരു തീരുമാനം ഒരു പഞ്ചായത്ത് സമിതിക്ക് എടുക്കാൻ കഴിയില്ല. വികാരപരമല്ല എന്ന് അദ്ദേഹം പറയുന്നെങ്കിലും ഇതിനകത്ത് വികാര വിക്ഷോഭമുണ്ട്, ജനങ്ങളുടെ പ്രതികരണങ്ങളൊക്കെ തന്നെയുണ്ട്. അപ്പോൾ വനമന്ത്രിയോട് നമുക്ക് സംസാരിക്കാൻ കഴിഞ്ഞു. എന്തായിരുന്നു അദ്ദേഹം പറഞ്ഞത്? ഈ സംഭവം അറിഞ്ഞതിന് പിന്നാലെ നമ്മൾ വനമന്ത്രിയുടെ പ്രതികരണമാണ് ആദ്യം തേടിയത്. അദ്ദേഹം പറയുന്നത് നിലവിലെ നിയമം അനുസരിച്ച് കാട്ടുപന്നിയെ മാത്രമാണ് വെടിവെച്ച് കൊല്ലാൻ അനുമതിയുള്ളത്. അതിനപ്പുറത്തേക്ക് മറ്റു മൃഗങ്ങളെ ആക്രമിക്കാനോ വെടിവെക്കാനോ നിലവിലെ നിയമം അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ വരികയാണെങ്കിൽ നിലവിലെ നിയമ സംവിധാനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ടുള്ളൊരു തീരുമാനമാണ് ചക്കിട്ടപ്പാറ പഞ്ചായത്ത് ഇതിനോടകം സ്വീകരിച്ചിട്ടുള്ളത്. ഇതിൽ പഞ്ചായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിശദീകരണം എന്ന് പറയുന്നത് 10 വാർഡുകൾ വനത്താൽ ചുറ്റപ്പെട്ട പഞ്ചായത്താണ് ചക്കിട്ടപ്പാറ. വർഷങ്ങളായിട്ട് വന്യജീവി ആക്രമണം ഈ പ്രദേശത്ത് ഈ പഞ്ചായത്തിലെ വിവിധയിടങ്ങളിൽ നിലനിൽക്കുന്നുണ്ട്. ജനങ്ങളുടെ ജീവിതം ഒരു രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയാതെ വന്നതോടെയാണ് ഇത്തരത്തിൽ ഒരു തീരുമാനം കൈക്കൊണ്ടതെന്നാണ് പറയുന്നത്. നിലവിലെ നിയമം അനുസരിച്ച് കാട്ടുപന്നിയെ മാത്രമാണ് വെടിവെക്കാൻ കഴിയുക. പക്ഷേ ഇന്നലെ ഈ ഭരണസമിതി തീരുമാനിച്ചതനുസരിച്ച് നാട്ടിലിറങ്ങുന്നത് ആനയാണെങ്കിലും പുലിയാണെങ്കിലും കടുവയാണെങ്കിലും വെടിവെച്ച് കൊല്ലുമെന്നാണ് നിലവിലെ തീരുമാനം. അതിനായി 20ഓളം താൽക്കാലിക എംപാനൽ ജീവനക്കാരെ നിയമിക്കാനും പഞ്ചായത്ത് തീരുമാനിച്ചിട്ടുണ്ട്. ഈ തീരുമാനം ഉടൻ തന്നെ സർക്കാരിനെ അറിയിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ പഞ്ചായത്തുമായി ബന്ധപ്പെടുമ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. 15 അംഗങ്ങളാണ് ഉള്ളത്. അതിൽ കക്ഷി രാഷ്ട്രീയം നോക്കാതെ തന്നെ എല്ലാവരും ഐക്യകണ്ഠേന ഇത്തരത്തിലുള്ള തീരുമാനം കൈക്കൊള്ളുകയായിരുന്നു. SKN. ഓക്കെ, താങ്ക് യു രാഹുൽ സുരേഷ്. യഥാർത്ഥത്തിൽ ഈ കേന്ദ്ര വന നിയമത്തിൻ്റെ ലംഘനമായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ട്. ജനപ്രതിനിധികൾ ഇത്തരം തീരുമാനമെടുക്കുമ്പോൾ രണ്ടുകൂട്ടം ആലോചിക്കണം. അതേസമയം ചെയ്യാൻ കഴിയുന്നത് കേന്ദ്ര സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തി ഈ നിയമങ്ങളിൽ സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾ നിയമത്തിൽ കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തുകയാണ് വേണ്ടത്. എന്നാൽ ജനങ്ങളുടെ ജീവന് വളരെ ഭീഷണിയുണ്ട്. ജനങ്ങളുടെ ജീവൻ ഇപ്പോൾ മൃഗങ്ങളുടെ ദയാദാക്ഷിണ്യത്തിലായിട്ടുണ്ട് പല സ്ഥലത്തും. അത് അനുവദിക്കാനും പറ്റില്ല. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.